താമസിച്ചു മടുത്തു. എന്തൊരു ബോറാണ് ഈ കൂടിനുള്ളിൽ തന്നെ ഇങ്ങനെ ഇരിക്കാൻ. ജനലൊന്ന് തുറന്ന് പുറത്തെ കാഴ്ചകൾ കാണാമെന്ന് വെച്ചാൽ പുഴയിൽ നിന്നുള്ള വൃത്തികെട്ട മണം വീട്ടിലേക്ക് വരും. നമുക്കൊന്ന് പുറത്തേക്ക് പോയാലോ? പുറത്തിറങ്ങുന്ന അപകടമാണ്. പല കാര്യം ശ്രദ്ധിച്ച് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റൂ. അമ്മ ജോലി കഴിഞ്ഞു വരാൻ വൈകും. അമ്മ പറഞ്ഞതാണല്ലോ കുറച്ചു നേരം പുറത്തിറങ്ങി കളിച്ചോളാൻ. ചേട്ടൻ നമ്മുടെ ബൈനോക്കുലറിൽ നോക്ക്, ശത്രുക്കൾ ആരെങ്കിലും വരുന്നുണ്ടോന്ന്. ശരി, നിനക്ക് നിർബന്ധമാണെങ്കിൽ ഞാൻ നോക്കട്ടെ. മിന്നുമോളെ, കുഴപ്പമില്ല. പക്ഷേ ഞാൻ പറയുന്നത് അനുസരിക്കണം. ശരി ചേട്ടാ. മിന്നുകുട്ടി, നിനക്ക് വിശക്കുന്നുണ്ടോ? നമുക്ക് ഭക്ഷണം കഴിച്ചാലോ? വേണ്ട ചേട്ടാ, ഇപ്പോൾ വേണ്ട. കുറച്ചു നേരം കളിച്ചിട്ട് കഴിക്കാം. ഓ, എന്തൊരു വൃത്തികെട്ട മണം. മോളെ, അത് പുഴയിൽ നിന്നാണ്. ആളുകൾ ഇപ്പോൾ വേസ്റ്റ് കളയുന്നത് പുഴയിലാണ്. ചേട്ടാ, ഞാൻ കുറച്ച് പറന്നു നോക്കട്ടെ അപ്പുറത്തെ കൊമ്പിലേക്ക്. സൂക്ഷിക്കണേ, പറക്കാൻ പഠിച്ചു വരികയല്ലേ. പറന്നോളൂ. അത് വേണോ മിന്നു? ജോഫിൻ, തത്തക്കുട്ടികളുടെ സന്തോഷം. ചേട്ടാ, ഇനി ഞാൻ പുഴയുടെ മുകളിലൂടെ കുറച്ച് പറന്നിട്ട് വരാം. അത് വേണോ മിന്നു? ഒരു കുഴപ്പവുമില്ല ചേട്ടാ, ഞാൻ മിടുക്കിയായി പറന്നിട്ട് വരാം. ചേട്ടാ, ഞാൻ മടുത്തു. എന്റെ ചിറകുകൾ കുഴയുന്നു. അയ്യോ, എന്നെ രക്ഷിക്കണേ. അയ്യോ മിന്നുകുട്ടി,
സന്തോഷമായല്ലോ ജോഫിൻ. വേഗം വാ, നമുക്ക് അവരെ രക്ഷിക്കാം. ഞങ്ങൾ മാലാഖമാരാണ്. ഭൂമിയിലുള്ളവരെ സഹായിക്കാൻ വേണ്ടി സ്വർഗത്തിൽ നിന്നും വന്നവരാണ്. താങ്ക് യു ഏഞ്ചൽസ്. ഞങ്ങളെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആക്കാമോ? അതിനെന്താ, ഇനി മുതൽ നമ്മൾ ഫ്രണ്ട്സ്. ജോബിയും ജോളിയും ഇവിടെ വരാമെന്നല്ലേ പറഞ്ഞത്? അതെ, ഇപ്പോൾ വരുമായിരിക്കും. അതാ കുഞ്ഞുമാലാഖമാരെത്തിയല്ലോ. വേഗം വാ, അവർ കാത്തിരുന്ന് മുഷിഞ്ഞു കാണും. പ്രൈസ് ദി ലോർഡ് ഏഞ്ചൽസ്. പ്രൈസ് ദി ലോർഡ്. ഓ, എന്തൊരു ചീത്ത മണം. ഓ, എന്തെല്ലാം വേസ്റ്റുകളാണ് ആ പുഴയിലിട്ടിരിക്കുന്നത്. ദേ, മീനുകൾ ചത്തു പൊന്തിയിരിക്കുന്നു. ആരാണ് ഈ ക്രൂരത കാണിക്കുന്നത്? ഇതിനെതിരെ പ്രതികരിക്കണം. ആരാണ് കരയുന്നത്? എന്തു പറ്റി? മുറിവുകളാണല്ലോ. ആരാ ഇത് ചെയ്തത്? ഞാൻ ഈ പുഴയാണ്. ഞാൻ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരാണ് നിങ്ങളെ ഇങ്ങനെ ഉപദ്രവിച്ചത്? നിങ്ങൾ എല്ലാവരും ചേർന്നാണ് എന്നെ ഈ നിലയിലാക്കിയത്. ഞങ്ങളോ? മനുഷ്യരാണ് എന്നെ ഈ നിലയിലാക്കിയത്. എല്ലാ തരത്തിലുള്ള വേസ്റ്റും മനുഷ്യർ ഇപ്പോൾ പുഴയിലാണ് വലിച്ചെറിയുന്നത്. എന്റെ കയ്യിൽ വളരുന്ന, ഞാൻ സംരക്ഷിക്കുന്ന അനേകം ജീവികളെയും മീനുകളെയും സസ്യങ്ങളെയും മനുഷ്യർ കൊന്നൊടുക്കുന്നു. അവരുടെ സഹനം, മരണം എന്നെ ഏറെ വേദനിപ്പിക്കുന്നു. ഞാൻ നിസ്സഹായയാണ്. ഇത് ഏറ്റവും ദയനീയമായ അവസ്ഥയാണ്. എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് ഞങ്ങൾക്കറിയില്ല. ആശ്വാസവാക്കുകൾക്ക് എന്നെ രക്ഷിക്കാൻ കഴിയില്ല. ഞാൻ ഇഞ്ചിഞ്ചായി മരിക്കുമ്പോൾ ഭൂമിയും നശിക്കും. മനുഷ്യർ ഞങ്ങളെ സംരക്ഷിച്ചില്ലെങ്കിൽ ഭൂമിയുടെ നാശമായിരിക്കും ഫലം. വിഷമയമായ വസ്തുക്കൾ എനിക്ക് സമ്മാനിക്കാൻ, എന്നെ കൊല്ലാൻ ആൾക്കാർ വരുന്നുണ്ട്. ചേട്ടാ, എന്താണ് ആ കാണിക്കുന്നത്? വേസ്റ്റ് പുഴയിലെറിയാൻ ഞങ്ങൾ സമ്മതിക്കില്ല. നീ പോട ചക്ക. നിന്റെ സമ്മതം ആരാ ചോദിച്ചത്? നിങ്ങൾ കാണുന്നില്ലേ പുഴ എത്ര മലിനമായിരിക്കുന്നെന്ന്? എത്ര മീനുകളാണ് ചത്തുപൊന്തിയിരിക്കുന്നത്. അതിന് നിങ്ങൾക്കെന്താ? പുഴ നിങ്ങളുടെ കുടുംബ സ്വത്തൊന്നുമല്ലല്ലോ. പോ പിള്ളേരെ, വെറുതെ ശല്യം ചെയ്യാതെ. പീക്കരി പിള്ളേരുടെ ഒരു ഉപദേശം. ശുദ്ധ വെള്ളമില്ലെങ്കിൽ ജീവനുമില്ല. അതിനെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. എനിക്ക് ആവശ്യത്തിന് വെള്ളം എന്റെ വീട്ടിലുണ്ട്. ശല്യം ഉണ്ടാക്കാതെ പോ പിള്ളേരെ. ഓ, എന്തൊരു ഭാരം! ഇതെന്തു പറ്റി?
ഇതെന്തു മറിമായം? ഈ ബാഗുകൾ ഞാൻ എടുത്ത് വണ്ടിയിൽ കയറ്റിയപ്പോൾ ഭാരമില്ലായിരുന്നല്ലോ. എന്താ ആകെ ഒരു പന്തികേട്? തിരിച്ചു പോയേക്കാം. ഈ കുട്ടികൾക്ക് വല്ല മാന്ത്രിക വിദ്യയുമുണ്ടോ? ഡ്രൈവർ, വേഗം വണ്ടി വിട്. നമുക്ക് സറാഫിനെ വിളിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. പ്രൈസ് ദി ലോർഡ് കൂട്ടുകാരെ. എന്തു പറ്റി കൂട്ടുകാരെ? സെറാഫിൻ കണ്ടില്ലേ നമ്മുടെ പുഴയുടെ അവസ്ഥ? ഞങ്ങൾക്കതിനെ രക്ഷിക്കണം, പഴയതുപോലെ സുന്ദരിയാക്കണം. ഈ ഗ്രാമം മുഴുവൻ ഒറ്റക്കെട്ടായി നിന്നാൽ നിങ്ങൾക്കത് സാധിക്കും. ഞങ്ങൾ എവിടെ തുടങ്ങണം സറാഫിൻ? നിക്കോളാസ് അച്ഛന് നിങ്ങളെ സഹായിക്കാൻ പറ്റും. പിന്നെ ജോഫിനും സെറിനും കൂടെയുണ്ടല്ലോ. ഞങ്ങൾ എന്തിനും റെഡി. എല്ലാവരും ഉണ്ടല്ലോ. എന്താ കുഞ്ഞുങ്ങളെ കാര്യം? ഇത് വളരെ ഗൗരവമുള്ള കാര്യമാണല്ലോ. ഞായറാഴ്ച കുർബാന കഴിഞ്ഞ് ഒരു പൊതുയോഗം കൂടാൻ ഞാൻ ഏർപ്പാട് ചെയ്യാം. നിങ്ങൾ ഗ്രാമത്തിലെ മറ്റാളുകളോട് മീറ്റിങ്ങിൻ്റെ കാര്യം പറയേ. എല്ലാവരും കൂടി ചേർന്നാൽ കാര്യങ്ങൾ ഭംഗിയായി നടക്കും. ശരി അച്ഛാ, അച്ഛൻ പറയുന്നത് പോലെ ഞങ്ങൾ ചെയ്യാം. ആദ്യമായി നിങ്ങളെല്ലാവരും ഇവിടെ എത്തിച്ചേർന്നതിന് ഞാൻ നന്ദി പറയുന്നു. നമ്മുടെ കുട്ടികളെ ഓർത്ത് നമുക്ക് അഭിമാനിക്കാം. നമ്മൾ ചിന്തിക്കാത്തത് നാടിൻ്റെ നന്മയ്ക്കു വേണ്ടി അവർ ചിന്തിച്ചിരിക്കുന്നു. ഈ നല്ല കാര്യത്തിനു വേണ്ടി നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യാം. അവർ വളരെ നല്ല കുട്ടികളാണ്. കാര്യം എന്താണെന്ന് അവർ തന്നെ നിങ്ങളോട് പറഞ്ഞു തരും. പ്രിയപ്പെട്ടവരെ, ഈ ഒരു സ്ലൈഡ് ഷോ കാണുമ്പോൾ ഞങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. നീരുറവകളും പുഴകളും തോടുകളും ജീവന്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ്. പക്ഷേ നമ്മൾ അതിനെ നശിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇതായിരുന്നു കുറച്ചു നാളുകൾക്ക് മുമ്പ് നമ്മുടെ ഗ്രാമത്തിലെ പുഴയുടെ അവസ്ഥ. ഇതാണ് നമ്മുടെ പുഴയുടെ ഇപ്പോഴത്തെ അവസ്ഥ. പുഴയിലെ ജീവജാലങ്ങൾ നശിക്കുന്നു. വെള്ളം വിഷമയമാണ്. പുഴയിൽ കുളിക്കുന്നവർക്ക് ത്വക്ക് രോഗങ്ങൾ പിടിപെടുന്നു. നമുക്ക് നമ്മുടെ പുഴയെ രക്ഷിക്കണം, നമുക്ക് വേണ്ടിയും വരും തലമുറയ്ക്ക് വേണ്ടിയും. ഇന്നു തന്നെ നമുക്ക് അതിനുള്ള ശ്രമങ്ങൾ തുടങ്ങാം. ഞങ്ങൾ എന്തിനും തയ്യാറാണ്. ഈ ഗ്രാമം രാജ്യത്തിനു തന്നെ ഒരു മാതൃകയാകട്ടെ. നമുക്ക് പല സ്ഥലങ്ങളിലായി വേസ്റ്റ് ബാസ്ക്കറ്റുകൾ സ്ഥാപിക്കാം. ആരും വേസ്റ്റ് വലിച്ചെറിയരുത്. വീടിന്റെ മുൻവശത്തുള്ള റോഡും പരിസരവും ഓരോ വീട്ടുകാരും വൃത്തിയായി സൂക്ഷിക്കണം. എല്ലാവരും സഹകരിക്കണം. എല്ലാവരും എന്നോട് ക്ഷമിക്കണം. പുഴയിൽ ഞാൻ ധാരാളം വേസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിന്റെ ദോഷങ്ങൾ എനിക്ക് മനസ്സിലായി. ഞാൻ തന്നെ അത് എടുത്ത് മാറ്റിക്കോളാം. തെറ്റുകൾ പറ്റുന്നത് മനുഷ്യ സഹജം, തിരുത്തുന്നത് ദൈവികവും.
പിള്ളേരേതായാലും കൊള്ളാം. ഇപ്പൊ ഗ്രാമം കാണാൻ എന്തു ഭംഗി. എനിക്കതല്ല, വേസ്റ്റ് തിന്നുന്നവർ എന്ന ചീത്തപ്പേര് നമുക്ക് മാറിക്കിട്ടിയല്ലോ, അത് മതി. ആ, അതും ശരിയാ. ചക്കി, വേഗം നടക്ക്. സിനിമ തുടങ്ങുന്നതിന് മുൻപ് എത്തണം. അച്ഛാ, എനിക്ക് ഐസ്ക്രീം മേടിച്ചു തരാമോ? സിനിമ കഴിയുമ്പോ മേടിച്ചു തരാൻ കേട്ടോ. നിങ്ങളുടെ ഉപദേശം ഫലിച്ചെന്നാ തോന്നുന്നത്. കണ്ട നന്നായല്ലോ. ചക്കിയുടെയും പിള്ളേരുടെയും ഭാഗ്യം. എന്റെ ഉപദേശമൊന്നുമല്ലടി. നാട്ടിലിപ്പം വേസ്റ്റ് ഇല്ല. മദ്യക്കുപ്പികൾ ആരും വലിച്ചെറിയുന്നില്ല. അതുകൊണ്ട് കണ്ടന് മദ്യം കിട്ടാൻ വഴിയില്ല. അതാണ് കാര്യം. ഇതിങ്ങനെ തുടരണേ ദൈവമേ.